الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم قال أوسطهم ألم أقل لكم لولا تسبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون قالوا يا ويلنا إنا كنا طاغين عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون ബഹുമാന്യരായ വിശ്വാസിനികളെ പ്രിയങ്കരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി ആദരപൂർവ്വം പിന്തുടരുവാനും മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരിൽ ഉൾപ്പെടാൻ സദാസമയവും നിരന്തരമായി ജാഗ്രതയായി നിലകൊള്ളുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആമുഖമായി. വിശുദ്ധ ഖുർആനിൽ 4-5 സ്ഥലങ്ങളിൽ ഏകദേശം ഒരേ മെസ്സേജിന് ഒരേ സന്ദേശത്തിന് വേണ്ടി ആവർത്തിച്ച് പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. 5 ഇടങ്ങളിലാണ് എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടുള്ളത്. 5 സംഭവങ്ങളാണ്. അവയെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന സന്ദേശം എന്താണ് നമുക്ക് അറിയേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. സൂറത്ത് അൽ കഹ്ഫിൽ നമ്മളിന്ന് പാരായണം ചെയ്ത അധ്യായം വദ്രിബ് ലഹും മസല റജുലൈനി ജഅൽനാ ലി അഹദിഹിമാ ജന്നത്തൈനി മിൻ അഅനാബിൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. അവിടെ മുതൽ ഏകദേശം 1.5 പേജ് ദൈർഘ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
രണ്ട് ചങ്ങാതിമാരുടെ കഥ പറയുകയാണ്. രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു. അതിലൊരാൾ സമ്പന്നനും അപരൻ ദരിദ്രനുമായിരുന്നു. സമ്പന്നനായ ചങ്ങാതിക്ക് അല്പം അഹങ്കാരം തോന്നിപ്പോയ ഒരു സന്ദർഭത്തിൽ അയാൾ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, കാലലഹു സ്വാഹിബുഹു വഹു യുഹാവിറുഹു അന അക്സറു മിൻക മാലം വ അഅ്സു നഫറ. ഞാൻ നിന്നെക്കാൾ സമ്പത്തും ആൾബലവും ഉള്ളവനാണ്. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. ദുനിയാവിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുഖം, ഈ ആസ്വാദ്യത, അനുഭവങ്ങൾ, അനുഭൂതികൾ, ഇതൊരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല. ഒരു കാലത്തും ഇത് നഷ്ടപ്പെടാൻ ഒരു സാധ്യതയുമില്ല. വമാലുന്നു സാഅത ഖായിമത്തൻ. അയാളിലെ അഹങ്കാരം മെല്ലെ പരലോക നിഷേധത്തിലേക്ക് വഴിമാറുകയാണ്. നമ്മളിന്ന് പാരായണം ചെയ്ത വചനങ്ങളാണ്. അയാൾക്ക് തോന്നിപ്പോയി, വമാലുന്നു സാഅത ഖായിമത്തൻ, ഖിയാമത്ത് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി അഥവാ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ തന്നെ വലയുറുദിത്തു ഇലാ റബ്ബി. നീയൊക്കെ കുറേ കാലമായിട്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ, നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ റബ്ബിനരികിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന്. അങ്ങനെ തിരിച്ചു പോകേണ്ടി വന്നാൽ പോലും അജിതന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. ഇവിടെ ഞാൻ വേണ്ടപ്പെട്ടവനാണ്, പൈസക്കാരനാണ്, ഉദ്യോഗസ്ഥനാണ്, മക്കൾ കുട്ടികൾ, ആൽബലമുണ്ട്, സംഘടനാ ബലമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇന്നെപ്പോലത്തെ ഒരാളെ മരിച്ചു ചെന്നാലും പഠിച്ചോ മാനം കെടുത്തോന്ന് എനിക്ക് തോന്നണേയില്ല. സുബ്ഹാനല്ലാഹ്. വലയുറുദിത്തു ഇലാ റബ്ബില അജിതന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. മാനം കെടുത്തുകയില്ല എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ പഠിച്ചവൻ എനിക്ക് അവിടെയും തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് കേട്ട് അന്തം വിട്ടു നിന്ന ഈ പാവപ്പെട്ട കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു, ചങ്ങാതി, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിഷേധിക്കലാണ്. ഇത് കുഫറാണ്, ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് വിചാരിച്ചാൽ മതി. ഫഅസാ റബ്ബിയ യൂതിയനി ഖൈറൻ മിൻ ജന്നതിക്. നിന്നെക്കാൾ നല്ല ഒരു തോട്ടം എനിക്ക് നൽകാൻ അള്ളാഹ്ക്ക് വലിയ പണിയൊന്നുമില്ല. മാത്രമല്ല വയുർസില അലൈഹാ ഹുസ്ബാനം മിനസ് സമാഇ ഫതുസ്ബിഹ സ്വഈദൻ സലഖ. ഒരൊറ്റ നിമിഷാർദ്ധത്തിനുള്ളിൽ ഒരു കാറ്റടിപ്പിച്ചിട്ട് നിന്റെ തോട്ടത്തെ വിണ്ടുകീറിയ വെറും മണ്ണാക്കി മാറ്റാൻ എൻ്റെ റബ്ബിന് പണിയൊന്നുമില്ല. ഔ യുസ്ബിഹ മഉഹാ ഗൗറ. അല്ലെങ്കിൽ ഇതിലെ വെള്ളം അങ്ങ് വറ്റിച്ച് കളയാനും റബ്ബിന് പണിയൊന്നുമില്ല. ഫലൻ തസ്തതിഅ ലഹു തൊലബാ. അപ്പം പിന്നെ നിനക്ക് വിളിച്ച് നിലവിളിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു സാധ്യതയും ഉണ്ടാവുകയില്ല. സംഭവം ഈ കൂട്ടുകാരൻ പറഞ്ഞ മുന്നറിയിപ്പ് കൊടുത്ത അതുപോലെ തന്നെ വഹൈത ബിസമരിഹി ഫാസ്ബഹ യുകല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂസിഹ. ഒരു കൊടുങ്കാറ്റടിച്ചു, തോട്ടം പന്തലടക്കം തകർന്നു വീണ് മുഴുവൻ കായ്കനികളും നശിച്ചു പോയി. അയാൾ കൈമലർത്തി നിലവിളിച്ചു പോയി. എന്ത് നിലവിളിച്ചു പോയി? യഖൂലു യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദാ. പഠിച്ചവരെ, ഞാനിത് ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെയൊരു തന്നെപ്പൊക്കി താൻപോരിമ അഹങ്കാരം എനിക്ക് വേണ്ടിയിരുന്നില്ല റബ്ബേ. വലം തകുല്ലഹു ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറാ. അതാണ് ആ സംഭവത്തിൻ്റെ സന്ദേശം. വലം തകുല്ലഹു ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്. ആ ഒരു തിരിച്ചടിയിൽ നിന്ന് അയാൾക്കൊരു രക്ഷയാവാൻ, തടസ്സമാവാൻ, ഒന്ന് പ്രതിരോധം തീർക്കാൻ, ഒരു സഹായമാവാൻ, അയാൾക്ക് വേണ്ടി ഒന്ന് കണ്ണീരൊലിപ്പിക്കാൻ, ഒന്ന് നിലവിളിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല.
ഒമാക്കാന മുന്തസിർ, അയാൾക്കിട്ട് സഹായ നടപടി ലഭിച്ചതുമില്ല. മോമിനിങ്ങൾ മനസ്സിലാവുണ്ടല്ലോ സംഗതി എന്താണെന്നല്ലേ? എന്താണ് സംഭവം? യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആരാണ്? അല്ല, നമ്മളൊക്കെ ആരായിരുന്നു? നമ്മൾ ഇപ്പോഴിവിടെ എത്തിയത് എങ്ങനെയാണ്? സംഗതി നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ നമ്മൾ എന്തായി മാറാനുള്ള സാധ്യതയുണ്ട്, മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നല്ല ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു നിവൃത്തിയുമില്ലാതെ ഒരു ഗതിയുമില്ലാതെ തെണ്ടിത്തിരിയാനും ഇതുപോലൊരു ദാരിദ്ര്യാവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുമുള്ള സാധ്യതയെക്കുറിച്ച് ആരുടെയെങ്കിലും മനസ്സിൽ വല്ല ചിന്തയുണ്ടോ? ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമുദായത്തിൽ ആരുടെയെങ്കിലും മനസ്സിൽ ഇല്ല. എല്ലാവരും ഒരേ പിടി പിടിക്കുകയാണ്. എല്ലാവരും ഒരേ പിടി പിടിക്കുക. എനിക്ക് കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല, ഞാനിവിടുത്തെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണെന്നൊരു തോന്നലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്ക്. അതുപോലൊരു സന്ദർഭം മറ്റൊരായത്ത് നിങ്ങൾ നോക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-ഫുസിലത്തിൽ ഇതേ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അഹങ്കാരിയാകുന്നു. വലൈൻ അദഖ്നാഹു റഹ്മത്തൻ മിന്നാ മിൻ ബഅദി ളറാഅ മസ്സതു. കഷ്ടപ്പാടിനും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടിനും ദാരിദ്ര്യത്തിനുമൊക്കെ ശേഷം 4 മക്കൾ ഗൾഫിൽ പോയി, 2 PSC കിട്ടി, ഒരു കച്ചവടം തുടങ്ങി, അത് കളിച്ച പഠിച്ച് അങ്ങനെ 10 റുപ്യേൻ്റെ ഗതി ഉണ്ടായപ്പോൾ അവൻ പറയാണ്, ലയഖൂലന്ന ഹാദാ ലീ, ഇതൊക്കെ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയാണ്, അധ്വാനിച്ചുണ്ടാക്കിയത്, ഇതൊക്കെ എൻ്റെ അറിവിൻ്റെ ഫലമാണ്, എൻ്റെ കഴിവ് കൊണ്ടുണ്ടായതാണ്. എന്നെപ്പോലെ ജീവിച്ച പലർക്കും ഇതൊന്നും ഇല്ലാത്തത് അവരുടെ കഴിവുകേട് കൊണ്ടാണ്. അതുകൊണ്ട് വമാലുന്നു സാഴത്തക്കായ്മത്തൻ, ആ അഹങ്കാരവും പരലോക നിഷേധത്തിലേക്ക് പോയി. എന്നിട്ട് അയാളും പറഞ്ഞു, വലൈ റുജഅതു ഇലാ റബ്ബി, ഞാനെങ്ങാനും റബ്ബിലേക്ക് മടക്കപ്പെട്ടാൽ ഇന്നലി ഇൻദഹു ലൽ ഹുസ്ന, തീർച്ചയായും അള്ളാഹുവിനരികിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് അള്ളാഹു എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ പ്രമാണിയായി ആദരണീയനായി ബഹുമാന്യനായി ജീവിച്ചു പോയ എന്നെ പഠിച്ചവനാണ് പരലോകത്ത് മാനം കെടുത്തൊന്നുമില്ല, ഞാനൊക്കെ വലിയ വേണ്ടപ്പെട്ടവൻ തന്നെയായിരിക്കും. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടി എന്താ പറയുക? മുഅ്മിനീങ്ങളെ, ഫലനുനബ്ബി അന്നല്ലദീന കഫറു ബിമാ അമിലു, എന്താണ് നിങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നത് എന്ന് ആ നിഷേധികളോട്, നന്ദി കെട്ടവരോട് നമ്മൾ ഫലനുനബ്ബി അല്ലദീന കഫറു, ആ നന്ദി കെട്ട നിഷേധികൾക്ക് നാം വെളിപ്പെടുത്തി കൊടുക്കും ബിമാ അമിലു, എന്താണ് അവർ ചെയ്തത് എന്നും എന്താണ് അതിൻ്റെ ഫലമെന്നും. വലനുസീഖന്നഹും മിൻ അദാബിൻ ഗലീള്, പരുക്കനായ പരുഷമായ ശിക്ഷ നാം അവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ്റെ 2 ആയത്തുകളിലും 2 അധ്യായങ്ങളിലും ഒരേ സന്ദേശമാണല്ലോ നമുക്ക് കിട്ടാനുള്ളത്. ഇനി മൂന്നാമത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, മൂന്നാമത്തെ ഒരു സംഗതി സൂറത്ത് അൽ-ഖലമിൽ നിന്നാണ്. വല്ലാത്തൊരു സംഭവമാണ്. സമ്പന്നനായ ഒരു വാപ്പ, ഒരു കർഷകൻ, ഒരു പ്രമാണിയായ കർഷകൻ, അയാളുടെ സമ്പത്തിൽ നിന്ന് വിളവെടുപ്പിൻ്റെ കാലത്ത് വിളവെടുക്കുന്ന ദിവസം നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കഷ്ടപ്പാടും പട്ടിണിയും മാറ്റാനുള്ളത് ആ കൃഷിയിടത്തിൽ തന്നെ വെച്ച് നൽകിയിട്ട് ബാക്കി മാത്രം വീട്ടിൽ കൊണ്ടുവന്ന് ശീലമുള്ള ഒരാളായിരുന്നു. അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കൾക്ക് അയാളോട് പറഞ്ഞ് തിരുത്താനുള്ള വോയിസ് ഇല്ലാത്തത് കൊണ്ട് മക്കളതങ്ങനെ അംഗീകരിച്ചു കൊണ്ടിരുന്നു. ആ നല്ലവനായ മനുഷ്യൻ മരണപ്പെട്ടു പോയി. സ്വാഭാവികമായും അടുത്ത കൊയ്ത്ത് ദിവസത്തിൻ്റെ തലേ ദിവസം മക്കൾ 3 പേരൊരു മീറ്റിംഗ് കൂടി. മക്കളൊരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, വാപ്പ ഈ കൊടുത്തതൊക്കെ കൂടെ കൂട്ടി വെക്കുകയാണിച്ചപ്പോൾ എന്തോ ഒരു സമ്പത്തുണ്ടായിരുന്നു, നമ്മൾ ആരായിരുന്നു എന്നാ വിചാരം. വാപ്പ നമ്മളെ പരിഗണിക്കാതെ ഇതൊക്കെ നാട്ടുകാർക്ക് കൊടുത്ത്, അതുകൊണ്ട് ഇപ്രാവശ്യം വിളവെടുക്കുമ്പോൾ ഇനി 5 പൈസയുടെ മുതൽ നാട്ടുകാർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഒരുത്തൻ. അപ്പോൾ മറ്റോ പറയുക, എങ്ങനെ കൊടുക്കാതിരിക്കണ്, വാപ്പാൻ്റെ കാലത്ത് ഇത്രയും കാലമായിട്ട് നാട്ടുകാർക്ക് അറിയാലോ നമ്മുടെ വിളയെടുപ്പിൻ്റെ ദിവസം എന്നാണെന്ന്. അവർ ദരിദ്രവാസികളൊക്കെ കൂടെ നേരത്തെ കാലത്ത് തന്നെ വരുമല്ലോ, അപ്പം നമ്മൾക്ക് നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ മൂന്നാമൻ ഉപദേശിച്ച് കൊടുക്കണ സൂത്രം എന്താണെന്നറിയോ? 2 ആളത് കഴിഞ്ഞു. ഇപ്പം മൂന്നാമൻ ഉപദേശിക്കണത്
അപ്പോൾ അല്ല അക്സമൂല യസുരി മുന്നഹ മുസ്ബിഹീൻ, അതിനും പണിയുണ്ട്. നമുക്കിന്ന് രാത്രി പോയിട്ടാണ്ട് വിളവെടുക്കാം. നേരം വെളുത്താലല്ലേ ഇവരൊക്കെ വരുള്ളൂ. രാത്രി തന്നെ പോയിട്ട് വിളവെടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അവർ പോയി കിടന്നുറങ്ങണ പോലെ അഭിനയിച്ച് സുബ്ഹാനല്ലാഹ്. അള്ളാൻ്റെ മുതൽ അള്ളാനെ പറ്റിച്ചിട്ട് സ്വന്തമായി അനുഭവിക്കാനുള്ള നമ്മളിൽ പലരുടെയും ചിന്തയുണ്ടല്ലോ. അതാണ് ഈ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ബഹത്ത് കസ്സുരീയം, എന്നാൽ പിന്നെ അത് രാത്രി തന്നെ കൊയ്യാമെന്നാണല്ലോ അവർ പറഞ്ഞത്. കൊയ്തതുപോലെ ആക്കിയിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കാൻ പോയ സമയത്ത് റബ്ബ് അത് കൊയ്തതുപോലെ ആക്കിയിട്ടു. അതിവരറിഞ്ഞില്ല. ഇവരിപ്പോൾ തനാദവും മുസ്ബിഹീൻ, നേരം വെളുക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചോളത്തിയിട്ട് അല ഹർദിൻ ഖാദിരീൻ, കൈക്കോട്ടും മടാളും ഒരുപാട് കയറൊക്കെ എടുത്തിട്ട് ഇവർ കൊയ്യാൻ പോയി, വിളവെടുക്കാൻ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫലമ്മാറ ഔഹാ കാലു ഇന്നാലല്ലാല്ലൂൻ, തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് തോന്നിപ്പോയി വഴി പഴിച്ചു എന്ന്. അക്കോലത്തിലാക്കിയെന്ന് മുഅ്മിനീങ്ങൾ. ഇത്രേ ഉള്ളൂ. പടച്ചോൻ വിചാരിച്ചാൽ നമ്മളുടെയൊക്കെ ശാരീരികവും സാമ്പത്തികവുമായ മുഴുവൻ ഞാമത്തുകൾക്കും ഇത്ര മാത്രമേ കാലതാമസമുണ്ടാവുകയുള്ളൂ എന്ന ഓർമ്മ നമ്മളിൽ ഉറപ്പിച്ച് നിർത്തുവാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ അധ്യായങ്ങളിൽ നമ്മുടെ ഖുർആൻ പാരായണത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്ര ഒരു സംഭവങ്ങളും സന്ദർഭങ്ങളും കൊടുത്തിട്ട് ഇത് മറക്കരുത്. ഇത് ഒന്ന് കഴിഞ്ഞിട്ട് മറന്നു പോകുമ്പോഴത്തേക്ക് അടുത്തതും വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് തോന്നിപ്പോയി വഴി പഴിച്ചുപോയി. ഏതായാലും ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് നേരം വെളുക്കോടെ ഇരുന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി വഴി പഴിച്ചതൊന്നുമല്ല. ബൽ നഹ്നു മഹ്റൂമൂൻ, നമ്മളുടെ ദുഷ്ട തീരുമാനത്തിൻ്റെ തിരിച്ചടിയാണിത്. അള്ളാഹു നമുക്കിത് തരാതെ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. അപ്പം ഇന്നലെ മീറ്റിംഗ് കൂടിയ ആൾക്കാരൊക്കെ കൂടിയിട്ട് വേണ്ടിയിരുന്നില്ല. ഒരുത്തം പറയാണ് കാല ഔസത്തുഹും അലം മക്കുല്ലക്കുല്ല ഉലാ തുസബ്ബിഹൂൻ, വേണ്ടാന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞതല്ലേ. എന്തായാലും ഇവരോട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, കദാലിക്കൽ അദാബ്, മുഅ്മിനീങ്ങൾ പഠിച്ചോളി, കദാലിക്കൽ അദാബ്, ഇങ്ങനെയാണ് അഹങ്കാരത്തിനും നന്ദികേടിനും അല്ലാഹു ദുനിയാവിൽ നൽകുന്ന ശിക്ഷ. എന്നിട്ട് ഇവിടം കൊണ്ട് നിൽക്കുമോ, വല അദാബുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ, വല അദാബുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ, പരലോകത്ത് ഇവർക്ക് ലഭിക്കാനുള്ളത് ഇതിനേക്കാൾ കഠിനമായ, ഇതിനേക്കാൾ വമ്പിച്ച ഗുരുതരമായ ശിക്ഷയാണെന്ന് അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ എത്രമാത്രം ശുദ്ധമാക്കി നമ്മൾ കൊണ്ടു നടക്കണം, നമ്മുടെ ജീവിതം എത്രമാത്രം വിനയത്തോടെ നന്ദിയുള്ളതായി മാറണം എന്നതൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരുന്നതാണ് ഈ അധ്യായങ്ങളും ഈ ആയത്തുകളുമൊക്കെ. സൂറത്ത് അൽ കലമിലെ 17-ാമത്തെ ആയത്ത് മുതൽ 33-ാമത്തെ ആയത്ത് വരെ നമ്മളിങ്ങനെ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ കാണും. എന്നിട്ട് 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയും, ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, തഖ്വയുള്ള ആളുകൾക്ക് മരണപ്പെട്ട് ചെന്നാൽ അല്ലാഹുവിങ്കിൽ അനുഗ്രഹീതമായ ജീവിതം ലഭിക്കും. എന്നിട്ട് അല്ലാഹു ചോദിക്കാൻ നമ്മൾ അഫനജഅലൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, കുറ്റവാളികളെപ്പോലെ മുസ്ലിമീങ്ങളും പരലോകത്ത് അപമാനിക്കപ്പെടുമെന്നും നിങ്ങൾ വിചാരിക്കണ്ട. മുസ്ലിമീങ്ങൾക്കും മുത്തഖികൾക്കും ഉള്ളതാണ് പരലോക വിജയം. നമ്മൾ ആരായി മാറണമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി സൂറത്ത് അൽ ഖസസിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു മഹാസമ്പന്നൻ്റെ കഥ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ മഹാസമ്പന്നൻ്റെ അലമാരികളുടെ പണം വെച്ച അലമാരികളുടെ താക്കോൽ ചുമക്കാൻ ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ എന്നാ പറഞ്ഞ് 10ഓളം വരുന്ന തടിമാടന്മാരായ ഒരു സംഘം ആളുകൾ വേണ്ടിയിരുന്നു അയാളുടെ അന്ന് കാലത്തെ അയാളുടെ സമ്പത്തിൻ്റെ അലമാരികൾ ചുമക്കാനല്ല, അതിൻ്റെ താക്കോൽ കൂട്ടം ചുമക്കാൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത്രയൊന്നും ഉണ്ടാവുമോ നിങ്ങൾ അഹംബേനാണ്ട് അതിശയോക്തി നടത്തി പറഞ്ഞതല്ല ഞാൻ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ فبغى عليهم وآتيناه من الكنوز ما إن مفاتحه അവൻ്റെ മിഫ്താഹുകൾ ചുമക്കാൻ, അവൻ്റെ താക്കോൽ ചുമക്കാൻ ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ, അതിശക്തന്മാരായ 10ഓളം ആളുകൾക്ക് പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു. അത്രമാത്രം സമ്പത്തുണ്ടായിരുന്നു.
അയാളെ കണ്ടിട്ട് അയാളുടെ ചുറ്റുപാടുകളിലുള്ള ആളുകൾ പറഞ്ഞുപോയി, ആ ലൈതലനാ മിത്ലമാ ഊതിയ ഖാറൂൻ, പടച്ചോനെ കാറൂനെ പോലെ നമുക്കൊക്കെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ നമ്മളും ഫിറഔനിൻ്റെ ഈ അക്രമത്തിൽ നിന്ന്, അപമാനിക്കലിൽ നിന്ന്, മർദ്ദനങ്ങളിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന പാവപ്പെട്ടവൻ്റെ ചിന്ത. പണക്കാരനായ കാറൂൻ്റെ ചിന്ത എന്താ അറിയോ? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീന, ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാതെ എനിക്ക് മാത്രം കിട്ടിയത് എൻ്റെ അറിവ് കൊണ്ടാണ്. ഔ, ഡോക്ടറായി, എഞ്ചിനീയറായി, IT ആയി, അഡ്വക്കറ്റായി, എന്തൊക്കെയായി നമ്മൾ, IAS ആയി, IPS ആയി, സിവിൽ സർവീസിൻ്റെ മുകളിലുണ്ട്, പോലീസിൻ്റെ തലപ്പത്തുണ്ട്, ഇൻ്റെ 4 മക്കൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എത്രമാത്രം ആളുകൾക്കുണ്ട് നോക്കാണ്. ഇതിലൊക്കെ നമ്മൾ പറയുന്ന വർത്താനം എന്താ? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, ഇതൊക്കെ ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്, എൻ്റെ വാപ്പായിട്ട് എനിക്കൊന്നും തന്നില്ല, ഇതൊക്കെ ഞാൻ പഠിച്ചുണ്ടാക്കിയതെന്നാ പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റുമോ? ചുരുക്കത്തിൽ ഖാറൂനിൻ്റെ അഹങ്കാരത്തിന് ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസഫ ബിഹി വബദാരിഹിൽ അർള്, ഖാറൂനിനെയും അവൻ്റെ വീടിനെയും കൊട്ടാരത്തെയും പരിവാരങ്ങളെയും സമ്പത്തിനെയും മൊത്തത്തിൽ അല്ലാഹു ഭൂമിയിലേക്ക് ഇടിച്ച് താഴ്ത്തി. അപ്പോൾ ഇന്നലെ ഖാറൂനിനെ പോലെ ആയാ മതിയായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇന്ന് പറയാനുള്ളത്, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, പടച്ചവനെ നീ ഒന്നും തരാതെ ഞങ്ങളെ പട്ടിണിക്കാരാക്കിയത് ഞങ്ങളോട് ചെയ്ത വല്ലാത്തൊരു നിഅമത്താണ്, വല്ലാത്തൊരു മിന്നത്താണ്, വല്ലാത്തൊരു ദയയാണ്, ദാക്ഷിണ്യമാണ്, വാത്സല്യമാണ്, കൃപയാണ്. അഥവാ ഖാറൂനിന് കൊടുത്തതുപോലെ എങ്ങാനും നീ ഞങ്ങൾക്കും തന്നിരുന്നുവെങ്കിൽ ലഖസഫ ബിന, ഞങ്ങളെ നീ ചവിട്ടിത്താഴ്ത്തുമായിരുന്നു. അപ്പം മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു നൽകിയത് നമ്മളെ ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടാൻ, നമ്മൾ ചവിട്ടിത്താഴ്ത്തപ്പെടാൻ വേണ്ടിയല്ല, നമ്മളാൽ മറ്റുള്ളവർ ഉയർത്തപ്പെടാനും ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ പോലും കഷ്ടപ്പാടുകൾ നമ്മുടെ കയ്യാൽ ഇല്ലാതായി തീരുവാനും ഉള്ളതാണ് നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ. ഒരു വാക്കുകൊണ്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നതൊക്കെയാണ് ഈ ആയത്തുകൾ ഞങ്ങളെ പഠിപ്പിക്കുക. ഇനി 5-മത്തൊരു സന്ദർഭം സൂറത്ത് അൽ ബഖറയുടെ 266-ാമത്തെ ആയത്തിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഈ 4 കഥകൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ 4 കഥകൾക്കും അപ്പുറം, ചരിത്രങ്ങൾക്കും അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും, ആ യവദ്ദു അഹദുക്കും, അല്ല മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഞാനൊരാളെ കഥ പറഞ്ഞു തരാം അവനെപ്പോലെ ആവാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. എന്താ കഥ എന്നറിയങ്ങൾ? അന്തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅനാബിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ വിധത്തിലുള്ള വിളകളുമുള്ള, വരുമാന മാർഗങ്ങളുള്ള, കായ്ഫലങ്ങളുള്ള, ഫലവൃക്ഷങ്ങളുള്ള, പഴവർഗ്ഗങ്ങളുള്ള, നിറയെ ജലസ്രോതസ്സുള്ള ഒരു വമ്പിച്ച തോട്ടം, ഈമാനായി, ഇഖ്ലാസായി, ഇബാദത്തായി, സൽസ്വഭാവമായി മുഅ്മിനീങ്ങൾ ഉണ്ടാക്കി വെച്ച തോട്ടത്തിൻ്റെ വലുപ്പം നോക്കാണ് അല്ലേ? തൗഹീദായി, സുന്നത്തായി, സൽസ്വഭാവമായി, കുടുംബബന്ധമായി, നല്ല വാക്കായി, പെരുമാറ്റമായി, ഖുർആൻ പാരായണമായി, ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ചത് മുഴുവനും ഒരു നാൾ കൊണ്ട് അവസാനിച്ചു പോകുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാ ചോദിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിൻ്റെ അവസാനം പറയും, വഅസാബുൽ കിബറു, അയാൾക്ക് വയസ്സായി, വലഹു ദുരിയത്തുൽ ദുഅഫാ, അയാളുടെ മക്കളൊട്ട് പ്രായപൂർത്തി ആയിട്ടുമില്ല, എന്നാലും ബേജാറാവാനെന്നുള്ള ഇഷ്ടം പോലെ മുതലുണ്ടല്ലോ എന്നാണ് അയാൾ വിചാരിച്ചത്. ഫഅസാബഹാ ഇഅ്സാറുൻ ഫീഹി നാർ, ആ ഇബാദത്തുകളുടെ തേരിലേറി നാളെ പരലോകത്ത് ചെന്ന അല്ലാഹുവിൻ്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ നിൽക്കാമെന്ന് വിചാരിക്കുന്ന ആ സന്ദർഭം വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോയാലോ? ഈ തോട്ടത്തിൽ തീപിടിച്ച കത്തിക്കരിഞ്ഞു പോയവൻ്റെ അവസ്ഥ നിങ്ങളുടെ ഇബാദത്തുകൾക്കും സത്കർമ്മ ജീവിതത്തിനും സച്ചരിതത്തിനും വന്നുപോയാലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് ലഅല്ലക്കും തതഫക്കറൂൻ. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്ക് അവർക്കെന്നല്ല, ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ നിയമങ്ങൾ വിശദീകരിച്ച് തരിക. കദ ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ഇക്കൂട്ടത്തിൽ പെടാൻ സാധ്യതയുണ്ടോ എന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്നും നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും നിങ്ങളുടെ മനസ്സും ശരീരവും സ്വഭാവവും എങ്ങനെയാവണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നന്നായി ആലോചിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചില ചരിത്രങ്ങൾ, സംഭവങ്ങൾ
അതിമോഹങ്ങൾ നിങ്ങളോട് പറഞ്ഞത് മുഅ്മിനീങ്ങൾ, ഈ ഒരു ആലോചന നമുക്കുണ്ടോ നോക്കാണ്. അതിമോഹങ്ങൾ, അത്യാർത്ഥികൾ, വ്യാമോഹങ്ങൾ, ദുർമോഹങ്ങൾ എല്ലാം കൂടെ കൂടിക്കലർന്ന് ഒരു നാൾ നമ്മൾ മരിച്ചാൽ മുഅ്മിനീങ്ങൾ നേടിയെടുത്തതെല്ലാം ഓരോരുത്തരായി കൊണ്ടുപോകും. നമുക്കായി നമ്മൾ സമ്പാദിച്ചു വെച്ചത് എന്താണ് എന്നത് ഒന്ന് ആലോചിക്കണ്ടേ? ഇബാദത്തുണ്ടോ, ഇഖ്ലാസുണ്ടോ, ഈമാനുണ്ടോ, തൗഹീദുണ്ടോ, സച്ചരിതങ്ങൾ വല്ലതുമുണ്ടോ? വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും നമ്മുടെ അയൽപ്പക്കക്കാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ എന്തായിരിക്കും നമ്മളെക്കുറിച്ച് പറയാനുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലഅല്ലക്കും തതഫക്കറൂൻ, നമുക്കൊരു നല്ല ജീവിതം തുടങ്ങാൻ, ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, വന്ന വഴികളിലെ വീഴ്ചകളെല്ലാം തിരിച്ചറിഞ്ഞ് വിട്ടു നിൽക്കാൻ വല്ലാത്ത ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. അത്തരമൊരു സന്മനസ്സ്, അത്തരമൊരു വിനയം, അത്തരമൊരു ഈമാൻ, അത്തരമൊരു തഖ്വ നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وحبيبنا وشفيعنا وصفينا محمد الأمين وعلى آله وصحابه الفائزين برضا الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന മഹാപ്രവാചകൻ. അദ്ദേഹം ഒരത്യാപത്തിലകപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം. സ്വന്തം നാട്ടിൽ നിന്ന് ജനങ്ങളോട്, അല്ലെങ്കിൽ ജനങ്ങൾ തൻ്റെ വാക്കുകൾ കേൾക്കാത്തതിൻ്റെ വിഷമത്തിൽ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയുടെ പിടിയിൽ അദ്ദേഹം അകപ്പെടുന്നു. കടലിൽ ഒരു വലിയ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെടുന്നു. അത്ഭുതകരമായി എന്ന് നമുക്ക് പറയാവുന്ന രൂപത്തിൽ അദ്ദേഹം രക്ഷപ്പെടുന്നു. ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തൻ്റെ നാട്ടിൽ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തക്കവണ്ണം അദ്ദേഹം സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവിടെ ഈ മൂന്നാളുടെ തോട്ടക്കാരുടെ ചരിത്രം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖാല ഔസത്തുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ. ആ വാപ്പയുടെ 3 മക്കളിൽ ഒരാൾ, മധ്യമനായ മകൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിന് ഇടക്കിടക്ക് സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചൊല്ലിക്കൂടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ അത്ഭുതകരമായ രക്ഷപ്പെടലിനെ കുറിച്ച് ഓർക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ 2 ഇടങ്ങളിലായി 2 കാര്യമാണ് പറഞ്ഞത്. അതിലൊരിടത്ത് പറഞ്ഞത് ലൗലാ അൻത ദാറകഹു നിഅമതും മിർ റബ്ബി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ നിഅമത്ത് യൂനുസ് നബിയെ പിന്തുടരുന്നില്ലായിരുന്നുവെങ്കിൽ ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ദ്യനായ അപമാനിതനായ ഖിയാമത്ത് നാൾ വരെ യൂനുസ് കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്ത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. ഇതിന് ആയത്തിൻ്റെതും വേണ്ട. പക്ഷെ ആ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമാവാനുള്ള ഒരു കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്തറിയോ? ലൗലാ തുസബ്ബിഹൂന, അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശീലക്കാരനായിരുന്നില്ല എങ്കിൽ, അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശീലക്കാരനായില്ല എങ്കിൽ ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂന വലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശീലക്കാരനായിരുന്നില്ല എങ്കിൽ ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ,
ഖിയാമത്ത് നാളോളം അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ കിടക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്താണ് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് കാരണം. ആ നിഅമത്തിന് അദ്ദേഹത്തിന് യോഗ്യത ലഭ്യമായത് അദ്ദേഹത്തിൻ്റെ തസ്ബീഹ് ചൊല്ലുന്ന പ്രവണത സ്വഭാവമായിരുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇനി സൂറത്ത് അംബിയായിലേക്ക് പോകുമ്പോൾ ഈ സന്ദർഭവും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നുണ്ട്. വദന്നൂനി ഇദ്ഹബ മുഗാലിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി വനാദാ ഫിൽ ളുലുമാതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് ദേഷ്യപ്പെട്ട് ഇനി ആരും ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയി. പക്ഷേ അവസാനം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു. അവിടെ കിടന്ന് അദ്ദേഹം നിലവിളിച്ചു, വനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എനിക്ക് തോന്നുന്നത് അർത്ഥമേ പറയാൻ പാടില്ല ആ പ്രാർത്ഥനയുടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് അവിടെ കിടന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ പറയുക? ഫസ്തജബ്നാ ലഹു വനജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഫസ്തജബ്നാ ലഹു, ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജയ്നാഹു മിനൽ ഗമ്മി, അദ്ദേഹം അകപ്പെട്ട അത്യാപത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ കരകയറ്റി. എന്നിട്ട് റബ്ബ് പറയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇത് പ്രകാരം ഖിയാമത്ത് നാളോളം സകലമാന മുഅ്മിനീങ്ങളെയും നാം അവരകപ്പെട്ട ആപത്തുകളിൽ നിന്ന് കരകയറ്റിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്താ കാര്യം? എന്താണത് കാര്യം? ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനുള്ള ദിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീല, പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും നിങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണം. തസ്ബീഹ് ചൊല്ലുക എന്നതൊരു നിസ്സാര പ്രവർത്തനമല്ല, അതൊരു അത്യത്ഭുതകരമായ ഫലപ്രാപ്തിയുള്ള ആരാധനയാണ്, ഒരു മികച്ച പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ കൃപയും കാരുണ്യവും രക്ഷവും പിൻബലവും സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ലഭ്യമാവാനുള്ള കാരണമാണ്. അതൊരു മഹത്തായ ആരാധനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ ഹയ്യാജുൽ അസ്ദിയോടാണെന്ന് തോന്നുന്നു റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, ഖുർആനിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ഏതാണെന്ന് നിനക്കറിയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദുന്നു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നതാണ് ഖുർആനിലെ ഏറ്റവും മഹത്തായ പ്രാർത്ഥന എന്നാണ് നബി തങ്ങളെ എനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. സത്യമാണ് നീ ആ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ, ആ പ്രാർത്ഥന ഒന്ന് പഠിച്ചു നോക്കണം. എന്താ പണി? ലാ ഇലാഹ ഇല്ലാ അൻത നമുക്കറിയാം, സുബ്ഹാനക നമുക്കറിയാം, ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് നമുക്കറിയാം. ഇത് മൂന്നുകൂടി ഒന്നിന് കൂട്ടിച്ചേർത്തിട്ടൊന്ന് നിത്യജീവിതത്തിൽ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഒന്ന് കൈ ഉയർത്തി നോക്കാണ്. പിന്നെ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഒന്ന് കൈ ഉയർത്തി നോക്കാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ നിങ്ങൾ വകദാലിക നുൻജിൽ മുഅ്മിനീൻ എന്നാണ്. ഈ പ്രാർത്ഥനയുടെ ഫലം ഏതൊരു സത്യവിശ്വാസിക്കും പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന അള്ളാഹുവിൻ്റെ വാക്ക്, അള്ളാഹുവിൻ്റെ വാഗ്ദത്തം, അതിന് യോഗ്യത നേടുവാനുള്ള മാനദണ്ഡമായി നിശ്ചയിക്കപ്പെട്ടത് നമ്മൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാവുക എന്നതാണ്. നമസ്കാരത്തിന് ശേഷമുള്ള 33 തവണ പോലും ചൊല്ലാൻ ഒഴിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായം, ഞാൻ ആദ്യം പറഞ്ഞാൽ വ്യാമോഹങ്ങളും ദുർമോഹങ്ങളും അതിമോഹങ്ങളും അത്യാഗ്രഹങ്ങളും വെടിയേണ്ടി വരുന്ന ഒരു സമയത്ത് നമുക്ക് മുതൽക്കൂട്ടാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഈ തസ്ബീഹുകൾ. അത് നമ്മുടെ ജോലി സമയത്തുമാവാം, നമ്മൾ എവിടെയാകുമ്പോഴും ആകാം.
മാലിന്യങ്ങളും വൃത്തികേടുകളും ഇല്ലാത്ത ഏത് സമയത്തും സ്ഥലത്തും നമുക്ക് തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളൊരു മഹത്തായ ഇബാദത്താണ്, ഒരു വമ്പിച്ച രക്ഷാകവചമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വിനയത്തോടെ, ഈമാനോടെ, തഖ്വയോടെ നിരന്തരമായ പ്രാർത്ഥനകളിൽ മുഴുകി ജീവിതം മരണത്തെ പുൽകാനും മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടുകൂടി ഉൾപ്പെടാനും റഹ്മാനായ റബ്ബ് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തരത്തിലുള്ള അബദ്ധങ്ങളും വീഴ്ചകളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, നിൻ്റെ വിശുദ്ധ ഖുർആനിലെ കൃത്യമായ പഠനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പാലിക്കാൻ അത് ഞങ്ങളുടെ മക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കണ്ട് അവർ ഖുർആനിൻ്റെ സാദ്വല തീരത്തേക്ക് മടങ്ങുന്നത് കണ്ട് കൺകുളിർമയോടെ ദുനിയാവിനോട് വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് കേടമേ റഹ്മാനെ. ശാരീരികവും മാനസികവുമായി ഞങ്ങൾ നേരിടുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും സാമ്പത്തികമായി ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നിവൃത്തിയാക്കി തരയണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. എല്ലാ വിധത്തിലുള്ള ദുരാഗ്രഹങ്ങളും ദുർമോഹങ്ങളും അത്യാഗ്രഹങ്ങളിൽ നിന്നും പരലോക വിജയത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിനാവശ്യമായ കർമ്മങ്ങളിൽ ഒരു വീഴ്ചയും കൂടാതെ മുഴുകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ المؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم اشف أمراضنا وأمراض مرضانا وأمراض من أوصانا بالدعاء يا شافي الأمراض يا رب العالمين. اللهم حسن لنا مرادنا ويسر لنا أمورنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.